സംസ്ഥാനത്ത് സ്വർണം ഇന്ന് വീണ്ടും ഇടിഞ്ഞു. ഇറാൻ US ആക്രമണ പ്രത്യാക്രമണം കടുത്തതും എണ്ണവില ഉയർന്നതുമാണ് സ്വർണത്തിന് തിരിച്ചടിയായത്. പവന് 1360 രൂപയുടെ ഇടിവാണ് ഉണ്ടായത്. കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും ഇടിഞ്ഞിരിക്കുകയാണ്. ഇറാൻ US ആക്രമണ പ്രത്യാക്രമണം കടുത്തതും തുടർന്ന് എണ്ണവില ഉയർന്നതുമൊക്കെയാണ് സ്വർണത്തിന് തിരിച്ചടിയായത്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലാണ് വ്യാപാരം നടത്തുന്നത്. US ക്രൂഡ് വില $92 എത്തി. രാജ്യാന്തര വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വില ഔൺസിന് $4042. ഇതോടെ കേരളത്തിൽ ഇന്ന് ഗ്രാം വില ഇടിഞ്ഞു. ഇന്നലെ രാജ്യാന്തര വിപണിയിൽ സ്വർണം ഉയർന്നതോടെ കേരളത്തിലും വില ഉയർന്നിരുന്നു. ഗ്രാമിന് 70 രൂപയായിരുന്നു ഉയർന്നത്. എന്നാൽ ഇന്നത്തോടെ ഒറ്റയടിക്ക് 100 രൂപയും താഴ്ന്നു. ഇതോടെ ഗ്രാം വില 13,400 രൂപയും പവൻ വില 800 രൂപ കുറഞ്ഞ് 1,07,200 രൂപയിലും എത്തിയിരുന്നു. എന്നാൽ ഇന്ന് സ്വർണം വീണ്ടും ഇടിഞ്ഞ ഗ്രാമിന് 13,230 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. പവന് 1,05,840 രൂപ. അതായത് ഇന്നലത്തെ അപേക്ഷിച്ച് പവന് 1,360 രൂപയുടെ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. 18 ക്യാരറ്റിന് ഗ്രാമിന് 10,870 രൂപയാണ് വില. 140 രൂപയാണ് ഗ്രാമിന് കുറഞ്ഞത്. പവൻ വില 86,960 രൂപയാണ്. 14 ക്യാരറ്റ് ഗ്രാമിന് 8,420 രൂപയും പവന് 67,760 രൂപയുമാണ് ഇന്നത്തെ വില. 9 ക്യാരറ്റ് ആഭരണമാണെങ്കിൽ 5,460 രൂപ ഗ്രാമിനും 43,680 രൂപ പവനും നൽകണം. 3% GSTയും 5% അടിസ്ഥാന പണിക്കൂലിയും ചേർത്ത് ഇന്ന് 22 ക്യാരറ്റ് 1 പവൻ സ്വർണം വാങ്ങണമെങ്കിൽ 1,15,000 രൂപയെങ്കിലും നൽകേണ്ടി വരും. അതേസമയം വലിയ ഡിസൈനിലുള്ള ആഭരണങ്ങൾ വാങ്ങണമെങ്കിൽ 30% വരെ പണിക്കൂലിയും നൽകേണ്ടി വന്നേക്കും. ഇറാനുമായി വെടിനിർത്തലിന് ഇറാഖ് മുഖേന US ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇറാഖ് പ്രധാനമന്ത്രി അലി അൽ സെയ്ദിയുടെ നിർദ്ദേശം ഇറാൻ പാടെ തള്ളുകയാണുണ്ടായത്. ഇതോടെ കാലിമുത്ത് ട്രംപ് ഇറാനെതിരെ ആക്രമണം കടുപ്പിക്കുമെന്ന ഭീഷണി ഉയർത്തിയിട്ടുമുണ്ട്. മാത്രമല്ല, ഹൂത്തികൾ ചെങ്കടലിൽ നടത്തുന്ന ആക്രമണങ്ങൾക്കും ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ആക്രമണം കടുപ്പിച്ചാൽ ക്രൂഡ് ഓയിൽ വില ഇനിയും കുതിച്ചുയർന്നേക്കും. അങ്ങനെയാണെങ്കിൽ സ്വർണ്ണവില കുറയാനുള്ള സാധ്യത മുന്നിൽ കാണണം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.